ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഛത്തീസ്ഗഡിലെത്തി. സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. ബീഹാർ മുഖ്യമന്ത്രിയായി ജെഡിയു നേതാവ് നിതീഷ് കുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. രാജ്യതലസ്ഥാനത്ത് വായുമലിനീകരണം രൂക്ഷമായ സാഹചര്യത്തിൽ നവംബർ, ഡിസംബർ മാസങ്ങളിലെ കായിക മത്സരങ്ങൾ മാറ്റിവെക്കാൻ ഡൽഹി സർക്കാരിന് കേന്ദ്ര നിർദ്ദേശം. 56ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് ഗോവയിൽ തിരിതെളിയും. പ്രദർശനത്തിനെത്തുന്നത് 240 ചിത്രങ്ങൾ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഛത്തീസ്ഗഡ് സന്ദർശനത്തിന് തുടക്കം. വിമാനത്താവളത്തിൽ ഗവർണർ രമൺ ദേഖ, മുഖ്യമന്ത്രി വിഷ്ണു ദിയോ ദേശായി എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. അംബികാപൂരിൽ നടക്കുന്ന ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷങ്ങളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് തെലങ്കാനയിൽ രാഷ്ട്രപതി നിലയത്തിൽ സംഘടിപ്പിക്കുന്ന ഭാരതീയ കലാ മഹോത്സവ് 2025 ശ്രീമതി മുർമു സംബന്ധിക്കും. ആന്ധ്രാപ്രദേശിലെ ശ്രീ സത്യസായി ബാബയുടെ ശതാബ്ദി ആഘോഷങ്ങളിലും രാഷ്ട്രപതി പങ്കെടുക്കും. സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. ഈ വിഷയത്തിൽ ഭരണഘടനാ അനുച്ഛേദം 143 പ്രകാരമുള്ള രാഷ്ട്രപതിയുടെ 14 ചോദ്യങ്ങളടങ്ങിയ റഫറൻസിന് മറുപടി നൽകുകയായിരുന്നു സുപ്രീംകോടതി. അതേസമയം ബില്ലുകൾ അനിയന്ത്രിതമായി പിടിച്ചുവെക്കുന്നത് ഭരണഘടനാ തത്വങ്ങൾക്കെതിരാണെന്നും സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകാൻ കോടതിക്ക് പരിമിതമായി ജുഡീഷ്യൽ അവലോകന അധികാരം ഉപയോഗിക്കാമെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനം ഏകകണ്ഠമാണെന്ന് ചീഫ് ജസ്റ്റിസ് RS ഗവായ് നിരീക്ഷിച്ചു. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയക്രമം നിശ്ചയിച്ച തമിഴ്നാട് കേസിലെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രപതി സുപ്രീംകോടതിയുടെ അഭിപ്രായം തേടിയത്. നാളെ മുതൽ ഈ മാസം 23 വരെ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നടക്കുന്ന 20ാമത് G20 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. G20 അജണ്ടയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ അവതരിപ്പിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. G20 നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ദക്ഷിണാഫ്രിക്ക ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക നേതാക്കളുടെ യോഗത്തിലും ശ്രീ മോദി പങ്കെടുക്കും. ബീഹാർ മുഖ്യമന്ത്രിയായി ജെഡിയു നേതാവ് നിതീഷ് കുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ഇത് 10ാം തവണയാണ് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയാകുന്നത്. പാറ്റ്നയിലെ ഗാന്ധി മൈതാനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. मैं नीतीश कुमार सत्यनिष्ठा से प्रतिज्ञा करता हूं, भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा. मैं बिहार राज्य के मुख्यमंत्री के रूप में मैं अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा. BJP നേതാക്കളായ സംരാജ് ചൌധരി, വിജയ് കുമാർ സിൻഹ, മംഗൾ പാണ്ഡെ, നിതിൻ നബിൻ തുടങ്ങിയവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം വിതരണം 99% പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. BLOമാർക്ക് ബുദ്ധിമുട്ടില്ലാതെ ജോലി ചെയ്യാൻ എല്ലാ സൌകര്യവുമുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. അതേസമയം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. SIRന്റെ നടപടിക്രമങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി മുസ്ലിം ലീഗ് അഭിഭാഷകൻ ഹാരിസ് പീരാൻ കോടതിയെ അറിയിച്ചതോടെയാണ് അടിയന്തരമായി പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചത്. SIR നടപടിക്രമങ്ങൾ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് ഇന്നലെ വരെ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി 28,000-ലേറെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 42,000-ലേറെ പത്രികകളാണ് ഇതുവരെ ലഭിച്ചത്. നാളെ വൈകിട്ട് 3 മണിവരെ പത്രിക സമർപ്പിക്കാം. മറ്റന്നാളാണ് സൂക്ഷ്മ പരിശോധന. തിങ്കളാഴ്ച വരെ പത്രികകൾ പിൻവലിക്കാൻ അവസരമുണ്ട്. അടുത്ത മാസം 9-നും 11-നും 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. 13-നാണ് വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
രാജ്യതലസ്ഥാനത്ത് വായുമലിനീകരണം രൂക്ഷമായ സാഹചര്യത്തിൽ നവംബർ ഡിസംബർ മാസങ്ങളിലെ കായിക മത്സരങ്ങൾ മാറ്റിവെക്കാൻ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷൻ ഡൽഹി സർക്കാരിന് കത്തെഴുതി. വിദ്യാർത്ഥികളുടെ ആരോഗ്യം കണക്കിലെടുത്താണ് നിർദ്ദേശം. ഇത് സംബന്ധിച്ച് ഇന്നലെ ഡൽഹിയിൽ യോഗം ചേർന്നിരുന്നു. വിദ്യാർത്ഥികളുടെ ആരോഗ്യം വിട്ടുവീഴ്ച ചെയ്യാതെ ഇത്തരം പരിപാടികൾ പുനഃക്രമീകരിക്കാനും സമാന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള അവസരമൊരുക്കാനും കത്തിൽ നിർദ്ദേശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. 56ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് ഗോവയിൽ തിരിതെളിയും. 9 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ 80 രാജ്യങ്ങളിൽ നിന്നായി 240 ചലച്ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തും. ബ്രസീലിയൻ ചിത്രമായ ദ ബ്ലൂ ട്രെയിലാണ് ഉദ്ഘാടന ചിത്രം. 15 ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിലുള്ളത്. താമർ KV സംവിധാനം ചെയ്ത സർക്കിട്ട്, രാജ്കുമാർ പെരിയസ്വാമിയുടെ അമരൻ, സന്തോഷ് ദവാഘർ സംവിധാനം ചെയ്ത മറാഠി ചിത്രം ഗോണ്ടാൽ എന്നിവയാണ് മത്സര വിഭാഗത്തിലെ ഇന്ത്യൻ സിനിമകൾ. മേള ഈ മാസം 28-ന് സമാപിക്കും. UAE പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് ഇനി മുൻകൂർ വിസയില്ലാതെ യാത്ര ചെയ്യാം. ഇന്ത്യൻ വിസയോ പേപ്പർ വിസയോ നേടിയ UAE പൌരന്മാർക്ക് മാത്രമായി വിസ ഓൺ അറൈവൽ സൗകര്യം ലഭ്യമാണ്. യാത്രക്കാർ എത്തിച്ചേരുമ്പോൾ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഡിസ്എംബാർക്കേഷൻ കാർഡിനൊപ്പം സമർപ്പിക്കാം. ഇന്ത്യൻ സർക്കാരിന്റെ അറൈവൽ പോർട്ടൽ അല്ലെങ്കിൽ ഇന്ത്യൻ വിസ സുസ്വാഗതം മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഓൺലൈനായും അപേക്ഷ സമർപ്പിക്കാം. ഇത് പ്രകാരം ഇന്ത്യയിലെത്തുന്ന UAE പൌരന്മാർക്ക് 60 ദിവസം വരെ ഇന്ത്യയിൽ താമസിക്കാം. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണം വിധേയം. ഇന്ന് മുതൽ സ്പോട്ട് ബുക്കിംഗ് 5000-ആയി നിജപ്പെടുത്തി. രാവിലെ നട തുറന്നത് മുതൽ രാവിലെ 11 മണിവരെ സന്നിധാനത്ത് ദർശനം നടത്തിയത് 41,292 തീർത്ഥാടകരാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. നിലയ്ക്കൽ, പമ്പ, ശരംകുത്തി, നടപ്പന്തൽ എന്നിവിടങ്ങളിലെല്ലാം തീർത്ഥാടകരെ നിയന്ത്രണ വിധേയമായി കടത്തിവിടുന്നതിനാൽ തീർത്ഥാടകർക്ക് ദർശനം സാധ്യമാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സ്പോട്ട് ബുക്കിംഗ് ഇന്നു മുതൽ 24 വരെ 5000-ആയി കുറച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ നട തുറന്നത് മുതൽ രാവിലെ 11 വരെയുള്ള കണക്കുപ്രകാരം 38,621 പേർ വെർച്വൽ ക്യൂ വഴിയും 2,671 പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം നടത്തി. പ്രതിരോധ ഉൽപാദനത്തിൽ റെക്കോർഡ് നേട്ടവുമായി ഇന്ത്യ. 2024-25 വർഷം 1,54,000 രൂപയുടെ പ്രതിരോധ ഉൽപാദനമാണ് രാജ്യം കൈവരിച്ചത്. എക്കാലത്തെയും ഉയർന്ന ഉൽപാദന നിരക്കാണിതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പ്രതിരോധ കയറ്റുമതി 1000 കോടിയിൽ നിന്ന് 10 വർഷത്തിനിടെ 23,600 കോടിയിലധികമായി വർദ്ധിച്ചു. 2029 പ്രതിരോധ ഉൽപാദനം 3 ലക്ഷം കോടിയിലധികം രൂപയിലെത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. 3 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ഇസ്രായേലിലെത്തും. ഇസ്രായേലി നേതൃത്വവുമായി അദ്ദേഹം ഉന്നതതല കൂടിക്കാഴ്ചകൾ നടത്തും. 60 അംഗ പ്രതിനിധി സംഘവും കേന്ദ്രമന്ത്രിക്ക് ഒപ്പമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന്. പരിപാടിയുടെ 128-ാം പതിപ്പ് രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷയും ഉണ്ടായിരിക്കും. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ ജനങ്ങൾക്ക് പരിപാടിയെക്കുറിച്ചുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 28 വരെ സ്വീകരിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസസ് 249 പോയിന്റ് ഉയർന്ന് 85,435-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 87 പോയിന്റ് നേട്ടത്തിൽ 26,140-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. സ്വർണ്ണം പവന് 120 രൂപ കുറഞ്ഞ് 91,440 രൂപയും ഗ്രാമിന് 11,430 രൂപയുമാണ് ഇന്നത്തെ വില. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ ലക്ഷ്യ സെന്നും HS പ്രണോയും 2ാം റൌണ്ടിൽ. തായ്പേയുടെ സു ലി യാങ്ങിനെയാണ് ലക്ഷ്യ സെൻ പരാജയപ്പെടുത്തിയത്. ഇന്തോനേഷ്യൻ താരത്തെയാണ് പ്രണോയ് പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഛത്തീസ്ഗഡിലെത്തി. സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. ബീഹാർ മുഖ്യമന്ത്രിയായി JDU നേതാവ് നിതീഷ് കുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. രാജ്യതലസ്ഥാനത്ത് വായുമലിനീകരണം രൂക്ഷമായ സാഹചര്യത്തിൽ നവംബർ ഡിസംബർ മാസങ്ങളിലെ കായിക മത്സരങ്ങൾ മാറ്റിവെക്കാൻ ഡൽഹി സർക്കാരിന് കേന്ദ്ര നിർദ്ദേശം. 56ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് ഗോവയിൽ തിരിതെളിയും. പ്രദർശനത്തിനെത്തുന്നത് 240 ചിത്രങ്ങൾ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.